രണ്ടാമത് സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ 4ാം ദിനമായ ഇന്ന് വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ ആർ ശ്രീലതാ വർമ്മ നയിക്കുന്ന കവിതാ വായന നയിക്കുന്ന ആർ ശ്രീലതാ വർമ്മ മാമിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈ വേദിയിൽ വളരെ കൂടുതൽ ചെയർസ് ഇടുന്നതിൻ്റെ ഒരു അസൗകര്യം മുൻനിർത്തിയിട്ടാണ് സദസ്സിൽ എന്നതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അവിടെ നിന്ന് കവിത ചൊല്ലുന്ന ആളുകൾ ആ ക്രമത്തിൽ ഇവിടെ ഉള്ള ഇരിപ്പിടത്തിൽ ഇരുന്ന് ചൊല്ലുക എന്നുള്ള ഒരു ക്രമീകരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കവിതാ വായനയുടെ 2ാം സെഷനാണ് ഈ സാർവദേശീയ സാഹിത്യ ഉത്സവത്തിൻ്റെ കണ്ടൻറ്റിലുള്ളത്. ഒരു സെഷൻ ഇന്നലെ നടന്നു. ഇത് ഈ 2ാം എഡിഷൻ്റെ കവിതാ വായനയുടെ 2ാം സെഷൻ. ഇപ്പോൾ കവിത നമുക്കറിയാം എത്രയും അധികം മാറിക്കൊണ്ടിരിക്കുന്നു, ബഹുസ്വരമായിക്കൊണ്ടിരിക്കുന്നു, പല വിധാനങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഓരോ അനേകം തലമുറകൾ, അതേപോലെ തന്നെ അനേകം കാഴ്ചപ്പാടുകൾ ഇതെല്ലാം കവിത എങ്ങനെ ലോകവുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നു, അതേപോലെ മറിച്ച് ലോകം എങ്ങനെ കവിതയുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു കാഴ്ച നമ്മുടെ പുതിയ കവിതയിൽ, പ്രത്യേകിച്ചും ഇന്ന് ഇത്രമേൽ കൂടുതലുള്ള ഒരു സാഹിത്യരൂപം, കൂടുതൽ എന്ന് വെച്ചാൽ ഞാനത് എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, അത് അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എണ്ണപ്പെരുപ്പത്തെക്കുറിച്ചൊക്കെ ചില തമാശ രൂപേണയോ പരിഹാസ രൂപേണയോ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കവികളാണെന്നും, അല്ലെങ്കിൽ പഞ്ചായത്ത് കണക്കിലും വാർഡ് കണക്കിലൊക്കെ കവികളുടെ എണ്ണം എടുത്താൽ വലിയ ഭീകരമായ എണ്ണപ്പെരുപ്പമുണ്ട് എന്നൊക്കെ ഒരു പരിഹാസ രൂപത്തിലൊക്കെ പറഞ്ഞ് അങ്ങനെയും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യമാണ്, കവിത എഴുതുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ക്രൂരകൃത്യമൊന്നുമല്ലല്ലോ, ഒരു നല്ല കാര്യമല്ലേ, സർഗാത്മകമായി ഇരിക്കുക ഏത് സാഹിത്യരൂപമായാലും. അപ്പോൾ എന്താണ് കവിതയെക്കുറിച്ച് മാത്രം അങ്ങനെ ഒരു അല്പം അസഹിഷ്ണുത കലർന്ന സ്വരത്തിൽ ആളുകൾ സംസാരിക്കുന്നതെന്നും ആലോചിക്കാറുണ്ട്. കേരളത്തിൽ ഒരുപാട് കഥ എഴുതുന്നവരുണ്ടെന്നോ അല്ലെങ്കിൽ കുറേ അധികം നോവൽ എഴുതുന്നവരുണ്ടെന്നോ ഒന്നും ഒരു ഖേദസ്വരത്തിൽ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. അപ്പോൾ കവിത തീർച്ചയായും ഇന്ന് നമുക്കറിയാം, സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു പ്രചാരം മുൻനിർത്തിയും അതിൻ്റെ വ്യാപനം മുൻനിർത്തിയൊക്കെ അത്രയും കൂടുതൽ ജനങ്ങളുടെ ഇടയിലാണ് കവിത. ഒട്ടും ജനങ്ങളിൽ നിന്ന് അകന്നല്ല നിൽക്കുന്നത്, കൂടെ തന്നെയാണ്. കൂടുതൽ ബഹുസ്വരമായിക്കൊണ്ട്, കൂടുതൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് കവിത നമ്മളുടെ ഒപ്പമുണ്ട്. വളരെ ദീർഘമായ ആമുഖത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം. നമ്മുടെ ഈ കവികൾ ഓരോരുത്തരും യാതൊരു വിധത്തിലുള്ള ആമുഖവും വേണ്ടാത്തവരാണ്, അത്രമേൽ സുപരിചിതരാണ്, അത്രമേൽ സഹൃദയർ നെഞ്ചേറ്റിയിട്ടുള്ളവരാണ്. എല്ലാവരെയും തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ഈ സർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുന്നു. KR ടോണി, NG ഉണ്ണികൃഷ്ണൻ, K രാജഗോപാൽ, MR രേണുകുമാർ, ഷീജ വക്കം, സുകുമാരൻ ചാലിഗദ്ദ, ആര്യ ഗോപി, വിജില, ദുർഗാപ്രസാദ്, റോസി തമ്പി, ജിഷ്ണു KS, VN അമ്പിളി, നസീർ കടിക്കാട്, എല്ലാവരും പ്രിയ കവികളാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ കവിതാ വായനാ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തുടർച്ചയാണ്, കവിത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല വിധാനങ്ങളിലേക്ക്, പല ലോക ബോധങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഏത് ഒരു മലയാളികൾക്ക് അനുഭവങ്ങൾ കുറവാണെന്നോ അല്ലെങ്കിൽ മലയാളികൾ പല പ്രശ്നങ്ങളും മറ്റിടങ്ങളിലുള്ള ആളുകളെ പോലെ അറിഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല എന്നൊക്കെയുള്ള പല സംസാരങ്ങളും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്.
പക്ഷെ നമ്മുടെ ഒരു എംപതി എന്നുള്ളത്, അല്ലെങ്കിൽ അന്യൻ എന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു മനുഷ്യൻ്റെ വേദന അറിയാൻ, അതിൽ ആ വേദന തൻ്റേതെന്നതുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് എന്നുമുണ്ട്. ഉള്ളിടത്തോളം അതിലൂടെ നമ്മൾ കവിതയിലൂടെ സംവദിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തോട്. ഉണ്ണുമ്പോൾ ഉരുളയിൽ ചോര, ഞാൻ ഇടവഴി താണ്ടുമ്പോൾ ഇറച്ചിയിൽ കാൽ തടഞ്ഞൊളുക്കുന്നു എന്ന് ആറ്റൂർ എഴുതിയത് ഇന്ന് നമ്മൾ പലസ്തീൻ ആ ഒരു പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ഒരു യുദ്ധം എന്ന രീതിയിലല്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ എല്ലാ കാലത്തെയുമുള്ള പ്രസക്തി നമുക്ക് അറിയാം. അങ്ങനെ കവിത ഏത് തരത്തിലും മറ്റൊരാളുടെ വേദന, മറ്റു മനുഷ്യൻ്റെ വേദന അറിയാൻ, അതുമായി താദാത്മ്യം പ്രാപിക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഒരു കവിത വായിക്കട്ടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. കവിതയുടെ പേര് ശിഥിലം എന്നാണ്. ശിഥിലം. വലിയ ഒരു ഘടികാരത്തെ പല കഷ്ണങ്ങളായി മുറിച്ച് ഓരോ കഷ്ണവും തലയിലേറ്റി കുറേ പേർ തുള്ളുന്ന സ്വപ്നം കണ്ടാണ് വെളുപ്പിന് ഉണർന്നത്. അപ്പോൾ സമയം 4:30. തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ട ഘടികാരത്തെ സ്വപ്നത്തിലെങ്കിലും കണ്ടതിൽ സന്തോഷം തോന്നി. തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ട ഘടികാരത്തെ സ്വപ്നത്തിലെങ്കിലും കണ്ടതിൽ സന്തോഷം തോന്നി. ചെറിയൊരു ടൈം പീസ് എറിഞ്ഞു പിടിച്ച് കളിച്ചു മോനും ഞാനും. അവൻ കുട്ടിയായിരുന്നപ്പോൾ. ചെറിയൊരു ടൈം പീസ് എറിഞ്ഞു പിടിച്ച് കളിച്ചു മോനും ഞാനും അവൻ കുട്ടിയായിരുന്നപ്പോൾ. സമയം പോകാനായി ഞങ്ങൾ റിങ്ങും ഫ്രിസ്ബിയും പന്തും എറിഞ്ഞു കളിച്ചിരുന്നു. താഴെ വീണും വീണ്ടും എടുത്തും പിടിക്കുമ്പോൾ ജയിച്ചേ എന്നും പിടിവിടുമ്പോൾ തോറ്റേ എന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കളിച്ചത്. ഇപ്പോൾ ഒരു തവണ പോലും നിലത്ത് വീഴ്ത്താതെ ടൈം പീസ് എറിഞ്ഞു പിടിച്ച് കളിക്കുന്നു മൗനമായി ഞങ്ങൾ. ഇപ്പോൾ ഒരു തവണ പോലും നിലത്ത് വീഴ്ത്താതെ ടൈം പീസ് എറിഞ്ഞു പിടിച്ച് കളിക്കുന്നു മൗനമായി ഞങ്ങൾ. ഞാൻ വാച്ചെടുത്തു. കൊടുമുടികളോളം ആകാശത്തോളം ഉയരത്തിൽ പോകുമെന്ന് സങ്കല്പിച്ച് നീട്ടിയെറിഞ്ഞു. അത് മേലേക്ക് പോകുമോ അതോ താഴേക്ക് വരുമോ? വന്നു വീണ്ടും എൻ്റെ കൈത്തണ്ടയിൽ പാമ്പിനെ പോലെ പിണയുമോ? ഞാൻ ശക്തിയിൽ കൈകുടഞ്ഞു. എല്ലാവർക്കും നന്ദി. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നതിന് മലയാളത്തിൻ്റെ പ്രിയ കവി KR ടോണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിലെത്തി കവിത അവതരിപ്പിക്കുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. ഹലോ. എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. 2 ചെറിയ കവിതകൾ 5 മിനിറ്റ് ഒരാൾക്ക് എടുക്കാം. 17 ആളുകളുണ്ട്. 90 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 മിനിറ്റ് അതിനുള്ളിൽ തീർക്കും. തിണ്ണബലം എന്നാണ് ആദ്യത്തെ കവിത. ഓരോന്നോർത്തു കിടക്കുന്നതിനാൽ രാത്രി ഉറക്കം കിട്ടുന്നില്ല. രാത്രിയുറക്കം കിട്ടാത്തതിനാൽ രാവിലെ ഉണരാൻ പറ്റുന്നില്ല. രാവിലെ ഉണരാൻ പറ്റാത്തതിനാൽ തൊഴിലിന് പോകാൻ പറ്റുന്നില്ല. തൊഴിലിന് പോകാൻ പറ്റാത്തതിനാൽ ലീവ് കൊടുക്കാൻ പറ്റുന്നില്ല. ലീവ് കൊടുക്കാൻ പറ്റാത്തതിനാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതിനാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ജോയിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ
ശമ്പളമൊന്നും കിട്ടുന്നില്ല. ശമ്പളമൊന്നും കിട്ടാത്തതിനാൽ ആടുകണക്ക് ഇലയൊക്കെ മണത്ത് ചാടിച്ചാടി പൊക്കം കയറി കാട്ടവുമിട്ട് കരഞ്ഞിടുന്നു. അന്തിക്ക് അന്തം കെട്ടൊരു മട്ടിൽ സ്വന്തം കൂട്ടിൽ വന്നണയുന്നു. വന്നു കിടക്കെ ചിന്തിക്കുന്നു. ചിന്തിക്കുന്നവൻ ഉണ്ടാം, ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുന്നവൻ ഉണ്ടാം, എന്നാൽ ഉണ്ടാം നേരം കണ്ണടയില്ല. കണ്ണ് തുറന്നും ഉറങ്ങാൻ തക്കൊരു തിണ്ണബലം ഞാൻ നേടിയിട്ടില്ല. മറ്റൊന്ന് ആന എന്ന കവിത. ഒരു നാൾ ഉച്ചയ്ക്കൂണ് കഴിഞ്ഞ് കിടന്ന ഞാൻ ഉണരും നേരത്തൊരു ഗജമായി മാറിപ്പോയി. ഒരു നാൾ ഉച്ചയ്ക്കൂണ് കഴിഞ്ഞു കിടന്ന ഞാൻ ഉണരും നേരത്തൊരു ഗജമായി മാറിപ്പോയി. എങ്ങനെയാണെന്നറിയില്ല, നൂണ്ട് ഒരു മട്ടിൽ തിങ്ങിയും ഞെരുങ്ങിയും മുറിക്ക് പുറത്തെത്തി. നാലുകാലിലായി വന്ന് നടയിലകത്തുള്ള നീല സോഫയിൽ മുട്ടുകുത്തവേ നിലം പൊത്തി. ചായ ഗ്ലാസുമായി വന്നു ഭാര്യ. പതിവ് പോൽ ഭാവശൂന്യയായി. വാങ്ങി ഞാനത് തുമ്പിക്കയ്യാൽ. ഏത് ഭാഷയിലാണോ ഞാൻ എന്തോ പറഞ്ഞത് ബോധ്യമായിട്ടില്ലാത്ത പോൽ അവൾ മടങ്ങിപ്പോയി. ഞാനൊരു വെറും സൗന്ദര്യാത്മക ഗജം മാത്രം എന്നവൾ ഒരുപക്ഷെ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ഓർത്തു ഞാൻ, ഗ്രിഗർ സാംസ പണ്ടിതേ വിധം താനോ ചാണകവണ്ടായി രൂപം മാറിയതൊരു വേള. നോവലാണത്, പക്ഷേ ഇത് ജീവിതമല്ലേ. കേവലം ആകാൻ വയ്യ ഞാൻ ഒരു കഥാപാത്രം. ഗതികേട് ഇതിൽ പരം എന്തുള്ളൂ ജഗത്തിങ്കൽ. സദവേ നിരാശനാം എൻ മനം മരവിപ്പൂ. പതുക്കെ എഴുന്നേറ്റു മസ്തകം കുനിച്ചുകൊണ്ട് ഉദരം ചുരുക്കിയും ഉമ്മറം കടന്നപ്പോൾ എന്തിന് പറയുന്നു, കൊമ്പ് എവിടെയോ തട്ടി ഹന്ത പൂമുഖം മൊത്തം ഇഷ്ടിക കൂമ്പാരമായി. തുമ്പിയാൽ പടിയുടെ കൊളുത്തു നീക്കിക്കൊണ്ട് സംപ്രതി സവാരിക്കായി നിരത്തിലിറങ്ങവേ തിരിഞ്ഞു നോക്കിയതൊന്ന് വീടുണ്ട് പഴയ പോലെ. തിരിഞ്ഞിലൊന്നും സത്യം മിഥ്യയോ യാഥാർത്ഥ്യമോ. ദുർവഹം ചിന്താഭാരം പട്ട തുമ്പിയിൽ പോലെ ദുർഗമസ്ഥാനങ്ങളിൽ പേറി ഞാൻ നടക്കുന്നു. കൂച്ചു ചങ്ങലയില്ല, കൂടവേ പാപ്പാന്മാരും. കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി. കൂച്ചുചങ്ങലയില്ല, കൂടവേ പാപ്പാന്മാരും. കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി. സ്നേഹവ്യഗ്രതയില്ല, നിഗ്രഹോത്സുകതയും. വാഹനവ്യൂഹം എന്നെ ഒഴിഞ്ഞു പോയിടുന്നു. ആളുകളെന്നെ കണ്ട് കരുതി നിൽപ്പൂ. ചിലർ ആദരാൽ പഴക്കുല വെച്ച് നീട്ടുന്നു നേരെ. ഭക്തിയും വിഭക്തിയും ഒരുപോൽ ചതിക്കുമെന്ന് ആരെയും ഗൗനിക്കാത്തൊരാനയായി ജീവിക്കാവൂ. എങ്കിലും സ്വയം ചെവി നുള്ളി നോക്കിയ നേരം നല്ല വേദനയുണ്ട്. സത്യമാണ് ഇപ്പോൾ ഈ ഞാൻ. നന്ദി. നന്ദി ശ്രീ കെ ആർ ടോണി. കവിത അവതരിപ്പിക്കുന്നതിനായി ശ്രീ എൻ ജി ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ ഈ വന്ന് എല്ലാവരെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ഞാൻ മടിച്ചാണ് വന്നത്.
അപ്പോൾ ഈ കവികളെല്ലാവരും കൂടെ കണ്ടപ്പോൾ, അതായത് ഏതൊരു ഇതുണ്ടെങ്കിലും എങ്ങനെ വരാതിരിക്കാം എന്നിങ്ങനെ ആലോചിച്ച് കഴിച്ചു കൂട്ടുകയാണ് എൻ്റെ ഒരു ഇടപാട് തലേദിവസത്തിൻ്റെ. അപ്പോൾ ആരെങ്കിലും വല്ല ഒരു പരമ അടിമയുടെയൊക്കെ സ്വഭാവം ഉള്ളതുകൊണ്ട് ആരെങ്കിലും തോക്കൊക്കെ ചേർത്ത് വെച്ചിട്ട് പോടാ എഴുന്നേറ്റ് കവിയരെങ്കിലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വന്നു പോകും. അങ്ങനെ ഏതൊക്കെയോ നിർബന്ധത്തിൽ വന്നു. പക്ഷേ ഇവിടെ വന്ന് എല്ലാ കവികളെയും കൂടി കണ്ടപ്പോൾ, നിങ്ങളെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ വലിയ സന്തോഷമായി. വന്നില്ലായിരുന്നെങ്കിൽ എന്ത് നഷ്ടമായേനെന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഞാൻ 2 കുഞ്ഞിക്കവിതകൾ വായിക്കാം. 2 കവിത. അതിൽ ഒരെണ്ണം ഒരു പ്രേമകവിത ആയിക്കോട്ടെ അല്ലേ, ഒരു പ്രേമകവിതയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പ്രേമകവിതയൊന്നും എഴുതിയിട്ടില്ല. ഭാഗവതം വായന എന്നാണ് ഈ കവിതയുടെ പേര്. പോകാറില്ല ഒരു ക്ഷേത്രത്തിലും പൂജാദികൾക്കായി, ഇന്ന് പോവുക തന്നെ. അവളും സെറ്റും ഭാഗവതം വായിക്കുന്നു. പോകാറിൽ ഒരു ക്ഷേത്രത്തിലും പൂജാദികൾക്കായി, ഇന്ന് പോകുക തന്നെ. അവളും സെറ്റും ഭാഗവതം വായിക്കുന്നു. ചെറുചിരിയിൽ വെളിപ്പെടും പല്ലിൻ വെണ്മയോർത്ത്, കരിരാവിലോ ജനലിൽ നിലാവിലോ, പുലരാത്തതെന്തേ രാവെന്ന് നട്ടപ്പാതിരയ്ക്ക് എഴുന്നേറ്റിരുന്ന് ആഴ്ചപ്പതിപ്പ് കഥ വായിച്ചും മുഴുമിക്കാതെ വീണ്ടും കിടന്നുറങ്ങാൻ ശ്രമിച്ചും പോക്കിയ രാത്രികൾ ഇപ്പോഴും കാണുമോ ആ പുഞ്ചിരി അതുപോലെ. വർഷങ്ങളായി കണ്ടിട്ടവളെ ഇപ്പോഴും കാണുമോ ആ പുഞ്ചിരി അതുപോലെ, വർഷങ്ങളായി കണ്ടിട്ടവളെ. കൈത്തണ്ടയിൽ സാക്ഷാൽ ജര, ആൺപെൺ ഭേദമറ്റ് ദുർമന്ത്രവാദിനി വേഷത്തിനു പറ്റിയ മോന്ത. ഇപ്രായത്തിൽ തെറ്റോ ശരിയോ ഇവിധം സ്നേഹങ്ങൾ ഭൂമിയിൽ, അവളെ കാണാനൊരു കൊതി. താളുമറിച്ചു അടുത്ത വരി വായിക്കും മുമ്പ് ഒരു മാത്ര യാദൃച്ഛികമായി അമ്മിഴികളൻ മുഖത്തായി. സ്ഥാനം കർമ്മവും തെറ്റി, ഭാഗവതം വായിച്ചു തീരേണ്ട നേരവും തെറ്റി അവൾ. ഇപ്പോഴും ആ പല്ലിൻ വെണ്മ വായിക്ക് ഓർമ്മിപ്പിച്ചു അടുത്തിരിക്കും ചേച്ചി. അന്ധകാരം വെടിഞ്ഞവൾ വായന തുടങ്ങി. ബാക്കി കേൾപ്പാനോ ഫലശ്രുതിക്കോ നിൽക്കാതെ ഞാനും കണ്ണഞ്ചും പകൽ ബഹളത്തിൻ ഏകാന്തതയിലേക്ക് ഇറങ്ങി. അത് ഇതിലെ ഇതൊക്കെ കണ്ടുപിടിക്കുക കിട്ടി. ഈ കാസിരംഗയിൽ നിന്നാണ് ഇതിൻ്റെ പേര്. ഞാനും ശ്രീ പി രാമേന്ദ്രനും കുടുംബമൊക്കെ കൂടെ കാസിരംഗയിൽ പോയതാണ് കാണ്ടാമൃഗത്തിനെ കാണാൻ. അതാണൊരു വിഷയം. കാസിരംഗയിൽ കേട്ടിട്ടുണ്ട് കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയെന്ന്. ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണ് എനിക്ക് അവറ്റയുടെ മൂക്കിൻ സ്ഥാനത്ത് 1 or 2 കൊമ്പുകൾ. സുമോ ഗുസ്തിക്കാരുടെ കണക്കുടൽ തുടിക്കും ചാരപിങ്കലവർണ്ണം. അന്നേ കാണുവാൻ കൊതിച്ചു ജീവനോടെ. അങ്ങനെ ഒരു നാൾ ഞങ്ങൾ കാസിരംഗയിൽ. തണ്ണീർത്തടങ്ങൾ, 6-7 അടി ഉയരത്തിൽ പുല്ലുകൾ, പാതയ്ക്കിരുപുറം മരങ്ങൾ, ശരത്കാല വെട്ടത്തിൽ സിന്ദൂരം സ്വർണമഞ്ഞ, മഞ്ഞയ്ക്കും ഓറഞ്ചിനും ഇടയിലെ മഞ്ഞ, പല പല നിറങ്ങൾ, ഇലച്ചിലുകൾ, ഒക്ടോബർ കുളിർ, തുറന്ന ജീപ്പ്, സുഖം. പുൽത്തരപ്പുകൾ തിരതുള്ളുമ്പോൾ ദേ എന്നല്ലേ എന്ന് ഓരോരുത്തരും. അതുങ്ങളുടെ വേരോടിയ ഇടങ്ങളിൽ നിൽപ്പതും മേയുന്നതും ചുവപ്പ് കണ്ണുകൾ ഞങ്ങളെ നോക്കുന്നതും കണ്ടതേയില്ല. ചതുപ്പിൽ മുഴുകി പരബ്രഹ്മം പോലെ കിടപ്പുണ്ടാവാം അവ.
പുതുമൊഴി കവികളിൽ പ്രേം നസീർ PPR മുഷിഞ്ഞു. പുതുമൊഴി കവികളിൽ പ്രേം നസീർ PPR മുഷിഞ്ഞു. ആസനം കൂടി കാട്ടിത്തരികില്ല അതുങ്ങൾ നമ്മളെ, അത്ര യോഗ്യരല്ലേ നമ്മൾ. ഓരോന്ന് ചൊല്ലിയും സെൽഫികൾ കാച്ചിയും ഒരു കൊറ്റിയെപ്പോലും കാണാതെ ചെറുകയറ്റം വളഞ്ഞു ചെന്നപ്പോൾ ആണ്ടടാ കറുത്തൊരെണ്ണം. കൺമിഴിച്ചപ്പോൾ കാണ്ടാമൃഗമല്ല, ഒരു കൂറ്റൻ JCB. റെസ്റ്റാണ്. പല നിറങ്ങളിൽ ഇലകൾ തായ്തടിയും അയവെട്ടുന്നുണ്ട് മൂപ്പർ. രക്തമാംസാസ്തി നിർമ്മിതമോ ഇതുങ്ങളും. പലമട്ടു വീഴ്ചകൾ, തോൽവികൾ, സങ്കടങ്ങൾ, ആശ നിരാശകൾ തിന്നും കുടിച്ചും മനുഷ്യനായി പുഷ്ടി പ്രാപിക്കയാലോ. പലമട്ടു വീഴ്ചകൾ, തോൽവികൾ, സങ്കടങ്ങൾ, ആശ നിരാശകൾ തിന്നും കുടിച്ചും മനുഷ്യനായി പുഷ്ടി പ്രാപിക്കയാലോ. 10 കാണ്ടാമൃഗങ്ങളെ വെല്ലും, 10 കുന്നുകൾ കുത്തിമറിക്കും കട്ടിക്കാരിരുമ്പിൻ്റെ ചന്തം. നാട്ടിലെ പ്രിയതാരൻ JCBയെ കാസിരംഗയിൽ കൺവാർത്ത നേരം കൂയിരേൻ ആനന്ദാതിരേകത്തിൽ. ജാലിയായി യാത്ര മംഗളം ശുഭം. നന്ദി ശ്രീ NG ഉണ്ണികൃഷ്ണൻ. കവിതാ വായനയുടെ ഈ വേദിയിൽ കവിതയുമായി ശ്രീ K രാജഗോപാലിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കൂട്ടുകവികൾക്കും കവിതാ പ്രണയികൾക്കും സ്നേഹം, നമസ്കാരം. കവിതയുടെ പേര് 2 കൺകെട്ടുകാർ. 2 കൺകെട്ടുകാർ. പഞ്ചസാര പാവു പോലെ വിരൽ തൊട്ടാൽ തുരുമ്പൊട്ടും, ഒടിച്ചു കുത്തിയാൽ നിഴൽ വശക്കാലിൽ ചാഞ്ഞിരിക്കും. കാലമേറെ കഴിഞ്ഞിട്ടും ക്രാങ്കിലെ സ്റ്റിക്കറിൽ നിന്ന് 6 അടുക്ക് മസില് കാട്ടി താണുയരും ഹെർക്കുലീസ്. പണ്ട് പോകുന്നിടത്തെല്ലാം അച്ഛനൊപ്പം ഉരുളുമ്പോൾ ചകിരിപ്പന്തുകൾ കോർത്ത കമ്പികളിൽ മഴവില്ല്, ചാടുരഞ്ഞ് മുടി തേഞ്ഞ ഡയനാമോ കുപ്പിയിൽ നിന്നിറ്റുവീഴും വാറ്റുപോലെ ചുറ്റിലും തെറിച്ച് വെട്ടം. സൈക്കിളും നീന്തലും നന്നേ ചെറുപ്പത്തിൽ ഉറയ്ക്കണം. ഓടി അണച്ച പ്രായത്തിൽ ഓയിലിട്ടോമനിച്ചിട്ടും സൈക്കിൾ ഒട്ടും ചുരന്നില്ല. ചവിട്ടിൻ്റെ സത്തു മാത്രം കറന്നെടുക്കുവാൻ അച്ഛനൊരിക്കലും കഴിഞ്ഞില്ല. പുഞ്ചയിലെ കിടത്തോട്ടിൽ ചക്രം നാട്ടി ചവിട്ടില്ലേ? മകരത്തിൽ നോമ്പെടുത്ത് പളനിപ്പടി ചവിട്ടില്ലേ? അമരത്ത് നയം വിട്ട് പള്ളിയോടം ചവിട്ടില്ലേ? എങ്കിലെന്തേ സൈക്കിളിലും ചവിട്ടിപ്പോകരുതായോ? അള്ളുവെച്ച കുശലം, കാറ്റൂരിവിട്ട ടയറുകൾ, ആയ കാലം അതുരുട്ടി നടന്ന് ആകത്തളർന്നപ്പോൾ ഉമ്മറത്ത് ചർക്കയോടൊത്ത അച്ഛൻ അതും പ്രതിഷ്ഠിച്ചു. 2
ചന്തമൈതാനിയിൽ പണ്ട് സൈക്കിളജ്ഞം വന്ന കാലം കൊണ്ടുപോയത് അച്ഛനാണ്. ചന്തമൈതാനിയിൽ പണ്ട് സൈക്കിളജ്ഞം വന്ന കാലം കൊണ്ടുപോയത് അച്ഛനാണ്. പാട്ടിൽ ആടി വന്ന റെക്കോർഡ് ഡാൻസിലെ പെണ്ണിനെ പൊന്തി ചുമ്മ വെച്ച് കുഴഞ്ഞ് കൈവിട്ടു പായുന്നത് കണ്ട് ബോണ്ട പോലെ കാലിബൾബ് കാർന്നയാൾ തിന്നുന്ന കണ്ട് നെഞ്ചിലെ കല്ലുരലിൽ പുന്നെല്ലിടിക്കുന്നത് കണ്ട് മതി, കൺകെട്ടാണിതെല്ലാം, മതി, കൺകെട്ടാണിതൊന്നും ജീവിതത്തിനുതകില്ല, മടങ്ങുമ്പോൾ പറഞ്ഞച്ഛൻ. എങ്കിലും പാർട്ടിയാപ്പീസിൻ മുന്നിലെ ചുവരെഴുതാൻ കരിയോയിൽ തൊട്ടു തൂക്കി എനിക്കൊപ്പം അതേ സൈക്കിൾ. ഉരുട്ടിൻ്റെ കലികാലത്ത് അച്ചുകൂടം എൻ്റെ കാലിൽ താണുയരും സൈക്കിളായി. ചവിട്ടുമ്പോൾ ചോരയൊപ്പി അടരുന്ന പോസ്റ്ററായി. ഹാൻഡിലിൽ കൊടി പറത്തി കാരിയറിൽ കോളാമ്പി കെട്ടി ജാഥ നയിച്ച് ഊരു തെണ്ടി. പറക്കുമ്പോൾ പക്ഷി കൊത്തിക്കൊഴിക്കും ഭാരം കണക്കെ ചവിട്ടിൻ്റെ ജീവതാളം, നിരപ്പിൻ്റെ നീതിസാരം എത്ര കാലം കഴിഞ്ഞിട്ടും എനിക്കും വഴങ്ങിയില്ല. പെടലിൽ കാലമരുമ്പോൾ ഇടം വലം വെട്ടിമാറി പേശികളിൽ വെരിക്കോസിൻ അണലിക്കെട്ടുകൾ പോലെ ഞരമ്പും ചെയിനും കുരുങ്ങി. ആയത്തിൻ്റെ പ്രാണായാമം തെറ്റി ഞാനും വീണുപോയി. ക്രോസ് ബാറിൽ ഞാന്ന് കിടന്നിടച്ചവിട്ടുറപ്പിക്കാൻ എല്ലു പിരിക്കുന്നൊരെന്നെ കണ്ട് കണ്ണുരുട്ടി അച്ഛൻ. കാല് രണ്ടും റോഡുമില്ലേ, എന്തിനീ ദണ്ണിപ്പ് പിന്നെ. 3 കിടപ്പായ കാലം അച്ഛൻ അരികിൽ സൈക്കിളും വെച്ചു. ചർക്ക പോലെ തിരിച്ച് അതിൽ ശ്വാസനൂലുകൾ പിരിക്കേ വായുവിൽ കാലറിയാതെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കെ ഉന്തി നടന്ന ദൂരങ്ങൾ, ഉരുട്ടിക്കേറ്റിയ കുന്ന്, പണ്ടു തോളത്തെടുത്തും കൊണ്ട് ഒഴുക്കിൽപ്പെട്ട ചപ്പാത്ത്, അവസാനം അവയെല്ലാം ചവിട്ടിക്കടക്കും പോലെ ചുമയുടെ ഗട്ടറൊന്നിൽ വീണു കിതയ്ക്കുന്നതു കണ്ട് അറിയാതെ ഞാനും അച്ഛനോട് ചോദിച്ചു പോകുന്നു, മതി, കൺകെട്ടാണിതെങ്കിൽ എന്തിനീ ദണ്ണിപ്പു പിന്നെ. നന്ദി. നന്ദി ശ്രീ രാജഗോപാൽ. ശ്രീ MR രേണുകുമാറിനെ കവിത അവതരിപ്പിക്കുന്നതിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കവിത ആരുടെയോ മകൾ. തിരക്കിട്ട് സിറ്റി ഷട്ടിലിൽ പോകുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതും വലതുവശത്തേക്ക് നോക്കുന്നതും പോക്കുവെയിൽ ആകാശത്ത് തിളങ്ങുമൊരാശുപത്രി കണ്ണിൽ കുത്തുന്നതും ചാരം മൂടി നീറി നീറി ഉള്ളിൽ കിടന്നൊരു കനൽ പൊടുന്നനെ കത്തിക്കയറുന്നതും മൊബൈലിലൊരു ഫോട്ടോ എടുക്കുന്നതും ഒരു പെൺകുട്ടി അരികത്ത് വന്ന് ഇരിക്കുന്നതും ആരുടെയോ മകൾ. ബ്ലോക്കിൽ കിടന്ന ബസ്സിൽ ഓടിക്കയറി കിട്ടിയ സീറ്റിലിരുന്ന എന്നെ പെൺകുട്ടി എങ്ങനെ അറിയാനാണ് എരുതിയിലവൾ എണ്ണയായ കാര്യം.
സ്വയം ചുരുങ്ങി അവൾക്കിരിക്കാൻ കൂടുതൽ ഇടമൊരുക്കുന്നു. അവൾ അല്പം കൂടി ചേർന്നിരിക്കുന്നു. ആരുടെയോ മകളെങ്കിലും എന്നിൽ നിന്ന് എന്നോ അടർന്നു പോയവൾ അവൾ എന്നൊരു മഴ ഉള്ളിൽ പെയ്ത്തു തുടങ്ങുന്നു. കണ്ണിൻ ജനാലകളിലൂടെ അതിൻ ചാറ്റൽ മുഖത്തു വീഴുന്നു. എന്തിനധികം പറയുന്നു, ചുരുക്കത്തിൽ ഒരു ബ്ലോക്കുണ്ടാകുന്നു. ഒരു കാഴ്ച ഒരു കനലിനെ ആളിക്കത്തിക്കുന്നു. ഇടിവെട്ടി പെയ്യാതിരിക്കാൻ ആവാതെ വരുന്നു. നീറും ഓർമ്മയിൽ ചായം പുരട്ടി ഒരുവൾ കൊള്ളിയാൻ പോലെ അടുത്തു വന്നിരുന്ന് അറ്റുപോയ ജീവിതം തുള്ളി തുള്ളിയായി പൂരിപ്പിക്കുന്നു. ബ്ലോക്കുകൾ ചിലപ്പോൾ നല്ലതാണ്. ഇതാണ് ആദ്യത്തെ കവിത. ഒരു കവിത കൂടി വായിക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സെൻറ്റൻസാണ് ഈ കവിതയുടെ ടൈറ്റില്, ഹൂ ഈസ് ഷീ. ഇതിൽ ഒരു 15ഓളം ഫുട് നോട്ട്സ് ഉണ്ട്. അത് വായനയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹൂ ഈസ് ഷീ. കറുത്ത കുതിരപ്പുറത്തേറി മുതലക്കുളത്തിലേക്ക് പറന്നിറങ്ങിയവൾ, മുല മുറിച്ച് കരമൊടുക്കിയവൾ, കല്ലയും മാലയും കോയ്മയുടെ മുഖത്ത് പറിച്ചെറിഞ്ഞവൾ, കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ കൈപിടിച്ച് പള്ളിക്കൂടത്തിൽ പോയവൾ, ചോറ്റുപാത്രവുമായി ആദ്യ മലയാള സിനിമയുടെ ഷൂട്ടിന് പോയവൾ, നിങ്ങൾ തീ വെച്ച് നാടുകടത്തിയവൾ, ആത്മാഭിമാനത്തിനായി ലൂസിയായി മാറിയ കാളിമാർ, രൂത്തായി മാറിയ കുറുമ്പമാർ, തീണ്ടാപ്പലക തച്ചുടച്ച മറിയമാർ, ചക്കിമാർ, ചാമിക്കുട്ടിമാർ, അപ്പച്ചൻ പറച്ചിലുകളിലൂടെ ജ്ഞാനമായവൾ, ഭരണഘടനയുടെ ഞരമ്പുകളിലൂടെ ഉറച്ചു നടന്നവൾ, മണ്ണിന് വേണ്ടി കാടേറി അനീതിയോട് പൊരുതിയവൾ, കാത്തുകാത്തൊരു മഴയത്തു നിന്നവൾ, പുന്നെല്ല് കൊണ്ട് നിങ്ങളുടെ പത്തായം നിറച്ചവൾ, ചെമ്പാവ് ചോറുകൊണ്ട് നിങ്ങളുടെ കുടവയർ നിറച്ചവൾ, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് ഏറ്റുപാടിയവൾ, ബ്രാഹ്മൺവാദ് സേ ആസാദി, മനുവാദ് സേ ആസാദി. മനസ്സിലായോ സാറേ? താങ്ക് യു. ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് രാവിലെ 11:30 ശേഷം മാഹിയിൽ നിന്നും വന്ന വിനോദ് ഇ ജി എന്നയാൾ ബുക്ക് സ്റ്റാളിനകത്ത് കിടന്നിരുന്ന കസേരയിൽ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തൻ്റെ മൊബൈലും തുണിസഞ്ചിയിൽ നീല മഞ്ഞ ബോർഡറുകളാണുള്ളത് വയ്ക്കുകയും പിന്നീട് നോക്കിയപ്പോൾ കാണാതാവുകയും ചെയ്തു. മൊബൈൽ ഒരാൾ കൊണ്ടുവന്നു കൊടുത്തു. ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ കീ, കണക്കുകൾ എഴുതിയ പുസ്തകം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ബാഗ്. തെറ്റി എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അക്കാദമിയിൽ തന്നെ നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അറിയിപ്പ് ഒരിക്കൽ കൂടി, ഇന്ന് രാവിലെ 11:30 ശേഷം മാഹിയിൽ നിന്നും വന്ന രേണുകുമാറിന് നന്ദി. കവിതയുമായി അടുത്തതായിട്ട് വേദിയിൽ ഷീജ വക്കം. ഷീജയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. യേശു പണ്ട് പ്രക്ഷുബ്ധമായ ഒരു കടലിൻ്റെ മീതെ നടന്നുപോയ കഥ നമുക്കറിയാം. ഗലീലിക്കടൽ എന്ന് ആ കടലിനെ നമ്മൾ പേര് വിളിക്കുമെങ്കിലും അത് കിഴക്കൻ ഇസ്രായേലിലുള്ള ഒരു ശുദ്ധജല തടാകമാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ജെറുസലേമിലെ ക്രിസ്ത്യൻ പള്ളി ക്രിസ്മസ് ആഘോഷിച്ചത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെ ഉണ്ണിയേശോയെ കിടത്തിയത് പുൽക്കൂട്ടിലല്ല, യുദ്ധത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ കൽക്കൂമ്പാരങ്ങളിൽ നിന്ന് അതിൻ്റെ ശകലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനു മീതെയാണ് ഉണ്ണിയേശുവിനെ കിടത്തിയത്. പലസ്തീനികളുടെ പരമ്പരാഗത വേഷമായിട്ടുള്ള കുഫിയയിൽ പൊതിഞ്ഞാണ് കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ണിയേശു അവതരിച്ചത്.
സമാധാനപരമായ ജീവിതം ഭൂമിയുടെ ഏതെങ്കിലും എല്ലാം ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യദുഃഖവും ദുരിതവും സഹനവുമായുള്ള ജനതകൾ കൂടി ഈ ഭൂമിയിലുണ്ട് എന്നുള്ള ഓർമ്മയിൽ എഴുതിയ കവിത ഗലീലിക്കടൽ. തീവ്രസ്ഫോടനം സമസ്താംഗവും തകർത്തൊരു പ്രാകൃത ജലജീവി പോലെ ഗലീലിക്കടൽ ആർത്തിരമ്പുന്നു തീരമാകയാ നീലച്ചോര ആർത്തനാദത്തിൽ ഞെട്ടിത്തരിച്ചു യഹൂദിയ. തീവ്രസ്ഫോടനം സമസ്താംഗവും തകർത്തൊരു പ്രാകൃത ജലജീവി പോലെ ഗലീലിക്കടൽ ആർത്തിരമ്പുന്നു തീരമാകയാ നീലച്ചോര ആർത്തനാദത്തിൽ ഞെട്ടിത്തരിച്ചു യഹൂദിയ. പോർവിമാനം പോൽ പാറിപ്പോകയോ മീവൽ പക്ഷി താഴെ വിഹ്വലം കേൾപ്പൂ ഭൂമി നിൻ ചിറകടി. പാതിരാ കുർബാനയ്ക്കു വേദിയിൽ അൾത്താരകൾ മ്ലാനമായർപ്പിക്കുന്നു ചോര തന്നിളം ബലി. പോർവിമാനം പോൽ പാറിപ്പോകയോ മീവൽ പക്ഷി താഴെ വിഹ്വലം കേൾപ്പൂ ഭൂമി നിൻ ചിറകടി. പാതിരാ കുർബാനയ്ക്കു വേദിയിൽ അൾത്താരകൾ മ്ലാനമായർപ്പിക്കുന്നു ചോര തന്നിളം ബലി. മീറയും പൊന്നും പേറി ജ്ഞാനികൾ വരും നേരം പാതയിൽ വഴികാട്ടിയായ വെണ്ണക്ഷത്രമേ ഉണ്ണീശോയെ കണ്ടോ പള്ളിയിൽ കുഫിയയിൽ കുഞ്ഞു പുൽക്കൂടിൻ നടുക്കല്ല കൽക്കൂമ്പാരത്തിൽ. മീറയും പൊന്നും പേറി ജ്ഞാനികൾ വരും നേരം പാതയിൽ വഴികാട്ടിയായ വെണ്ണക്ഷത്രമേ ഉണ്ണീശോയെ കണ്ടോ പള്ളിയിൽ കുഫിയയിൽ കുഞ്ഞു പുൽക്കൂടിൻ നടുക്കല്ല കൽക്കൂമ്പാരത്തിൽ. കാനായിൽ തകർന്നോരു വീടിനു മുന്നിൽ വിറമാറാതെ കുരുന്നീശോ മേരിയെ തിരക്കുന്നു. വെള്ളമാവിരുന്നിന്നാൾ വീഞ്ഞായ പോലെ കണ്ണിൻ കല്ലുപാത്രത്തിൽ കണ്ണീർ ചോരയായി നിറയുന്നു. കാനായിൽ തകർന്നോരു വീടിനു മുന്നിൽ വിറമാറാതെ കുരുന്നീശോ മേരിയെ തിരക്കുന്നു. വെള്ളമാവിരുന്നിന്നാൾ വീഞ്ഞായ പോലെ കണ്ണിൻ കല്ലുപാത്രത്തിൽ കണ്ണീർ ചോരയായി നിറയുന്നു. കത്തിയ പൈൻകൊമ്പൊരു ക്രിസ്തുമസ് മരമായി നിദ്രയിൽ അലങ്കാര ബെല്ലുകളിളക്കുമ്പോൾ നൊന്തു നൊന്തുയരുന്ന പിഞ്ചുനാദത്തിൻ കരോൾ പൊങ്ങവേ വിറങ്ങലിച്ചുള്ളതാം നഗരത്തിൽ ഓടുവാനറിയാത്ത പൈതലെ തന്നിൽ ചേർത്തൊരാകുലമറിയം തീമാരിയിലെരിയുന്നു. മുൾക്കിരീടത്തിൽ ജീവരക്തബിന്ദുവും ചൂടി നിസ്സഹായത ഗാഗുൽത്താമല കയറുന്നു. ഓടുവാനറിയാത്ത പൈതലെ തന്നിൽ ചേർത്തൊരാകുലമറിയം തീമാരിയിലെരിയുന്നു. മുൾക്കിരീടത്തിൽ ജീവരക്തബിന്ദുവും ചൂടി നിസ്സഹായത ഗാഗുൽത്താമല കയറുന്നു. നാടയാൽ കീഴ്ത്താടിയിൽ ഗാഠബന്ധനം ചെയ്ത കോടിയാൽ പുതപ്പിച്ച ഓമലാം ജഡങ്ങളെ തീപ്പൊരി മത്താപ്പൂ പോൽ രാത്രിയെ കൊളുത്തുമ്പോൾ മേൽക്കുമേലാളിക്കത്തു കണ്ണുനീർ നാളങ്ങളെ. വിണ്ണിൽ നിന്നനുസ്യൂതം മന്ന പെയ്തിറങ്ങുന്ന ദിവ്യവാസരം നേർന്നു ഭേരികൾ മുഴങ്ങുമ്പോൾ ബംഗറിലൊളിക്കുന്ന പിഞ്ചു നെഞ്ചിടിപ്പിനെ പിന്തുടർന്നെത്തി വെടിയൊച്ചയായി പുതുവർഷം. ജാലകങ്ങളിൽ പേടിക്കണ്ണുകളാകാശത്തെ തീമിനുക്കങ്ങൾ പ്രാണഭീതിയിൽ വീക്ഷിക്കുമ്പോൾ ഉച്ചിയിൽ ചെറിപ്പഴം കുത്തിയ കേക്കിൻ നെഞ്ചിൽ കത്തി നാം ഇറക്കുന്നു എത്തുന്നു പുതുവർഷം. ജാലകങ്ങളിൽ പേടിക്കണ്ണുകളാകാശത്തെ തീമിനുക്കങ്ങൾ പ്രാണഭീതിയിൽ
വീക്ഷിക്കുമ്പോൾ ഉച്ചിയിൽ ചെറിപ്പഴം കുത്തിയ കേക്കിൻ നെഞ്ചിൽ കത്തി നാം ഇറക്കുന്നു, എത്തുന്നു പുതുവർഷം. ഷീജയ്ക്ക് നന്ദി. അടുത്തതായി കവിതാ വായനയുടെ ഈ സെഷനിൽ സുകുമാരൻ ചാലികതയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം അറിയിക്കുന്നു. ഞാൻ എൻ്റെ കവിതയുടെ പേര് പെൺപന്നിയുടെ പാട്ട് എന്നാണ്. കേൾക്കുന്നവർ എന്തായാലും പിന്നെ അറ്റാക്കുള്ളവരൊക്കെ അങ്ങോട്ട് മാറിയിരിക്കാമെങ്കിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ആ നേരത്തെ മുൻകൂട്ടി അറിയുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു കവിത ചൊല്ലിയപ്പോൾ ഒരാൾ എന്നെ വഴക്ക് പറഞ്ഞാണ്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ മാറിയിരുന്നു. ചിത്രപ്പലകയിലന്തിമയങ്ങിയ കൂരമാനിൻ്റെ കുഞ്ഞേ, ചിത്രപ്പലകയിലന്തിമയങ്ങിയ കൂരമാനിൻ്റെ കുഞ്ഞേ, തെളിമഞ്ഞ പൂകൾ ഇണചേർന്ന മേലുമായി ഈ നല്ല പുഴയിൽ നീന്തലായോ, ഈ നല്ല പുഴയിൽ നീന്തലായോ. നീളത്തിൽ കൊമ്പുള്ള ആനക്കാട്ടിലെ കാട്ടൂലമുത്തിയ മൂത്തമാങ്ങേ, നീളത്തിൽ കൊമ്പുള്ള ആനക്കാട്ടിലെ കാട്ടൂലമുത്തിയ മൂത്തമാങ്ങേ, ഉപ്പിട്ടു തിന്നുന്ന ഭൂതാനം കുന്നിലെ മലയണ്ണാൻ കണ്ണിലും മാനനക്കി, മലയണ്ണാൻ കണ്ണിലും ആനനക്കി. തിരിവെച്ച പന്തത്തിൽ ചെവി വെച്ചു കോർക്കുന്ന കാട്ടാടിൻ കൊമ്പിന് നീളമായോ, തിരിവെച്ച പന്തത്തിൽ ചെവി വെച്ചു കോർക്കുന്ന കാട്ടാടിൻ കൊമ്പിന് നീളമായോ. ഇല തെറ്റി വീഴുമ്പോൾ നിലം നീ മെഴുകാമോ, ഇല തെറ്റി വീഴുമ്പോൾ നിലം നീ മെഴുകാമോ. നാളെ പെറും പെറും പെൺകാട്ടുപന്നി, നാളെ പെറും പെറും പെൺകാട്ടുപന്നി. പ്രസവിക്കാനായി ഒരുങ്ങിക്കിടന്ന പന്നിക്ക് വെടിയേറ്റു. ചാവുന്നതിന് മുൻപേ പ്രസവിച്ചു തീർക്കാൻ ആ പന്നി ഞെട്ടിത്തെറിച്ച് ഓടുവാൻ തുടങ്ങി. ആ ഓട്ടത്തിനിടയിൽ പ്രസവിക്കുവാൻ തുടങ്ങി. കല്ലിലും മുള്ളിലും തടിയിലും കൊമ്പിലും കൂമ്പിലും വീഴാതെ, ഉറുമ്പിനും ചിതലിനും കഴുകനും കൊടുക്കാതെ, വേദനിക്കാതെ, മുറിയാതെ, ചതയാതെ, പൂഴി മണലിലൂടെ പെറ്റോടുന്നൊരു കാട്ടുപന്നി, പെറ്റോണ്ടോടുന്ന ഒരു കാട്ടുപന്നി. മണ്ണിലേക്ക് പെറ്റുവീഴുന്ന ഓരോ പന്നിക്കുഞ്ഞുങ്ങളെയും മണലുകൾ നക്കി നക്കി തുടച്ച് ജീവൻ വെപ്പിച്ച്
വർത്തിയ നേരം കുഞ്ഞിന് പിറകെ ഒരമ്പോടി. പെറ്റ പന്നിയുടെ മുൻപിലൂടെ ആരോ കെട്ടിയിട്ട ഒരു കെണിയും ഓടി. കുഞ്ഞുങ്ങളോടി പുതിയ കാട്ടിലൊളിച്ചു. അമ്മയോടി പുതിയ കെണിയിൽ പിടിച്ചു. അരങ്ങുന്ന കണ്ണുകളിലെ കൂരിരുട്ടിൽ കെണിയിൽ തൂങ്ങിയാടിക്കൊണ്ട് മക്കളെ നോക്കിയിരിക്കാൻ നക്കിയൊരുക്കാൻ കഴിയാതെ അവസാനത്തെ ഒറ്റ വിറയലിൽ ആ പെൺപന്നി പാടുകയാണ് പന്നിപ്പാട്ട്. ആ പെൺപന്നി പാടുകയാണ് പന്നിപ്പാട്ട്. എൻ്റെ അപ്പരായളാ അവയാ ഓ കൊണ്ടു തിന്നുകാൻ്റെ കൊള്ളാറുള്ള ചാക്കിക്കോ ബതുക്കിക്കോ പുള്ളയ ആറാറമ്പുകളേറ്റാലും ചാവരുതേ, ആറാറാള് തൊഴിച്ചാലും വീഴരുതേ, ആടും കുരങ്ങിൻ്റെ വാലൽ പിടിച്ച ആനക്കയത്തിൻ്റെ മേലെ കേറാ, ആനക്കയത്തിൻ്റെ മേലെ കേറാ, നെറ്റിമേൽ മുട്ടിയ മുട്ടൻ കമ്പിയിൽ മൂടാത്ത തേൻവരിക്ക ചക്കയുടെ ചോര, ചോര കല്ലുകളിൽ ഉരച്ചിയ മൺതരികളിൽ ഓടിത്തെളിഞ്ഞ കുട്ടികളുടെ മുഖങ്ങൾ. പന്നിയുടെ പാട്ടുകൾ കേട്ടിട്ട് അടുത്തുള്ള ആദിവാസി വീട്ടിലെ ചെലുവച്ചൻ മെല്ലെ മെല്ലെ ചെന്ന് നോക്കിയപ്പോൾ പാട്ടുപാടിയ പന്നി കെണിയിൽ പിടയ്ക്കുന്നു. വേഗം ചെന്ന് ചെലുവച്ചൻ കെണി അഴിക്കുമ്പോഴേക്കും പന്നിയുടെ നെറ്റിയിലേക്ക് ആരോ വീണ്ടും വെടിവെച്ചു. രണ്ടും കൊണ്ടു. ചെലുവച്ചനും ചത്തു, പന്നിയും ചത്തു. പന്നി കുഞ്ഞുങ്ങൾ ഒച്ചയില്ലാതെ കരഞ്ഞു. പെൺപന്നിയുടെ മരണപ്പാട്ട്, പെൺപന്നിയുടെ മരണപ്പാട്ട് പെറ്റിട്ട കുഞ്ഞുങ്ങളെ തേടി ഓടാൻ തുടങ്ങി. പെറ്റിട്ട കുഞ്ഞുങ്ങളെ തേടി ഓടാൻ തുടങ്ങി. താങ്ക് യു. സുകുമാരന് നന്ദി. അടുത്തതായി ആര്യ ഗോപിയെ കവിത അവതരിപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ശ്രീലത ടീച്ചർ, സദസ്സിലിരിക്കുന്ന കവികളായ സഹൃദയർക്കും സഹൃദയരായ കവികൾക്കും വിനീതമായ നമസ്കാരം. ഭാഷയിലെ അസാധ്യമായ വഴക്കമാണ് കവിത. അതാണ് നമ്മളിപ്പോൾ കുറേ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഷയിലെയും ജീവിതത്തിലെയും എല്ലാത്തരം നെറുകേടുകളെയും കള്ളത്തരങ്ങളെയും വ്യാജത്തരങ്ങളെയും ഒന്നും കവിത പുറത്തു കൊടുക്കുകയില്ല. കവിത അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിക്കും. അതിനുള്ള നേർസാക്ഷ്യമാണ് നമ്മളുടെ മലയാളത്തിലും മറ്റു ഭാഷകളിലും എല്ലാം എഴുതപ്പെടുന്ന എല്ലാ കവിതകളും എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട്
ഒരു കവിത ചൊല്ലാം. കവിതയുടെ പേര് യുദ്ധമിഥ്യ. യുദ്ധമിഥ്യ. പൂക്കടമ്പിൻ മുടിക്കൊമ്പിൽ കാട്ടുഗന്ധം നിറയുമ്പോൾ, നഭസ്സോളം തലപ്പൊക്കം വെളിച്ചത്തിൽ കുളിക്കുമ്പോൾ, പൊഴിക്കുന്നു നിലത്താകെ തണൽ ചിത്രക്കരിയില, മിഴിക്കുള്ളിൽ മഴപ്പുള്ളിൻ നിലയ്ക്കാത്ത ചിറകടി. കരയാനോ ചിരിക്കാനോ ഉറവപ്പൂവിരിയുമ്പോൾ, ഇടം വലം തിരിഞ്ഞെത്ര കൈവഴികൾ പിരിയുന്നു. വിശുദ്ധവും അശുദ്ധവും ഇഴചേരും ഉച്ചനേരം, നിഴലില്ലാതിരിക്കുമ്പോൾ ഞാൻ തനിച്ചെന്നറിയുന്നു. കാഞ്ഞിരക്കൈപ്പിലകൾക്ക് മധുരവും രുധിരവും നീറ്റിവെക്കും നെരിപ്പോടിൽ ഞാനിരുന്നു പിടയുന്നു. സീതയെന്നോ രാധയെന്നോ കുന്തിയെന്നോ പേരുമാറ്റി, ജാതകത്തിൻ താളിലാരോ സാമഗാനമെഴുതുന്നു. ജനിച്ചിട്ടും മരിച്ചിട്ടും കടം തീരാ ദുഃഖമിഥ്യ, ആളുമാറി വീടുമാറി വ്യഥയേറ്റി നടക്കുന്നു. സാഗരത്തിൻ പാനപാത്രം കഴുകാനും തുടയ്ക്കാനും, തിരക്കെത്ര ദിനരാത്രം കരയ്ക്കെത്ര ദിനരാത്രം. ഒടുക്കവും തുടക്കവും ഒരേ വൃത്തം വരച്ചിട്ടും, അരുതെന്നു തടഞ്ഞിട്ടും അവൾ ചാടിക്കടക്കുമ്പോൾ, ചതുരംഗം കളിക്കല്ലേ ചതിക്കല്ലേ മിഥ്യകളെ, പരിഹാസച്ചരിതത്താൽ അപമാനം തൊടുക്കല്ലേ. ഉടുതൂണിക്കന്നുമിന്നും ഉടൽ പുണ്യം മൂടിവെക്കാൻ, ഇതിഹാസപ്പെരും യുദ്ധം അരങ്ങേറാനൊരുങ്ങല്ലേ. ഉടുതൂണിക്കന്നുമിന്നും ഉടൽ പുണ്യം മൂടിവെക്കാൻ, ഇതിഹാസപ്പെരും യുദ്ധം അരങ്ങേറാനൊരുങ്ങല്ലേ. നന്ദി. നന്ദി ആര്യ. അടുത്തതായിട്ട് വിജിലയാണ് ഈ വേദിയിൽ കവിത അവതരിപ്പിക്കുന്നത്. വിജിലയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ആദ്യമേ തന്നെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ എന്നെ ക്ഷണിച്ചതിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കവിത അവതരിപ്പിക്കാം. ഞാൻ സാധാരണ കവിത ആവശ്യപ്പെടാറുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ആവശ്യപ്പെടാവുന്നതാണ്. എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അത് ചൊല്ലാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവർ സദസ്സിലും വേദികളിലും കവികളുണ്ട് എന്നുള്ളതാണ്. ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നില്ലെങ്കിൽ കൂടി ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. കവികളും കവിത ബാധിച്ച സഹൃദയരും, അങ്ങനെ പറയാലോ. കല ബാധിച്ച മനുഷ്യരെ നമ്മൾ നേരത്തെ കണ്ടു. കല ബാധിച്ചതുപോലെ കവിത ബാധിച്ച കുറേ മനുഷ്യരുണ്ട്. അവരുടെ കൂടെയുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, സഹജീവിതം, അത് വളരെ രസകരമാണ്. ആ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയതെന്ന് പോലും തോന്നിപ്പോവുകയാണ്. കവിതയിലേക്ക് വരാം. വിലാസിനി എന്നാണ് എൻ്റെ കവിതയുടെ പേര്. ആ കവിതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പറയാം. അത് ജയിൽ ജീവിതം അനുഭവിച്ച ഒരു സ്ത്രീയുടെ ആത്മകഥ വരുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ജയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഞാനാണ്.
അപ്പം അവതാരിക എഴുതുമ്പം സ്വാഭാവികമായിട്ടും ആ പുസ്തകം മുഴുവനായിട്ടും വായിക്കും. അതിലൊരു കഥാപാത്രം കാർത്യായനി എന്നാണ് അവരുടെ പേര്. അവർ സ്വന്തം കാമുകനെ കൊന്ന സ്ത്രീയാണ്. എന്തുകൊണ്ട് ഒരു സ്ത്രീ കാമുകനെ കൊന്നു? അതിന് ഉത്തരം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഈ കവിത ചിലപ്പോൾ ഉത്തരം തന്നേക്കാം. ഞാൻ ആ കവിതയിൽ കാർത്യായനി എന്നല്ല ആ കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അത് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ ആ പേര് ഞാൻ സ്വീകരിച്ചില്ല. വിലാസിനി എന്നാണ് ഞാൻ കവിതയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്. മാധ്യമത്തിൽ വന്ന കവിതയാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ മരങ്ങൾ നോക്കൂ, ഈ ഗ്രാമത്തിലെ മരങ്ങൾ നോക്കൂ, രണ്ടുപേരുടെ കണ്ണുകളിലെ കള്ളനോട്ടങ്ങൾ വീണ് ഹരിതകത്താൽ കരിമ്പച്ച കാടുകൾ കാറ്റുവഴികൾ ഒരുക്കുന്നു, സന്ദേശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ തെരുവിലെ വെളിച്ചം നോക്കൂ, ഈ തെരുവിലെ വെളിച്ചം നോക്കൂ, എന്നും സല്ലപിക്കാൻ വരുന്നവരുടെ ചായക്കോപ്പ വെച്ച പാടുകൾ വരച്ച ചിത്രങ്ങൾ നോക്കൂ. പിരിഞ്ഞുപോയവരെ തിരികെ കൊണ്ടുവരാൻ വെളിച്ചപ്പൊട്ടുകൾ മിണ്ടിക്കൊണ്ട് മാസ് ലൈറ്റുകളാവുന്നു. ഈ കടവിലെ തണലിടം നോക്കൂ, ഈ കടവിലെ തണലിടം നോക്കൂ. മീൻ വെട്ടിയും വില വിളിച്ചു കൂവിയും ഒരുവൾ കത്തിമിനുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരുവൾ കത്തിമിനുക്കിക്കൊണ്ടിരിക്കുന്നു. ഏഴിമല പൂഞ്ചോല എന്ന് താളമിട്ടു പാടുകയും, അപ്പോൾ നമുക്ക് സിൽക്ക് സ്മിതേനൊക്കെ ഓർമ്മ വരും കേട്ടോ. ഏഴിമല പൂഞ്ചോല എന്ന് താളമിട്ട് പാടുകയും ചെയ്യുമ്പോൾ പാറമട ഇറങ്ങി ഒരുവൻ കണക്കില്ലാതെ പണം കയ്യിൽ വെച്ച് ഒരു ചെറു ചിരിയോടെ മെല്ലെ 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 മല്ലൻ എന്ന വട്ടപ്പേരിനെയും മറന്ന് പുഴ കടന്നു പോകെ തിരികെ നോക്കുന്നു വിലാസിനിയായവളെ. വരൂ, ഈ മുറ്റത്തെ ചോരപ്പാടുകൾ കാണൂ, ഈ മുറ്റത്തെ ചോരപ്പാടുകൾ കാണൂ, ചെമ്പരത്തികൾ കാണൂ. കാട് നീലപ്പൂക്കളാൽ കുടപിടിച്ച വഴിയിലൂടെ നടത്തി അടുത്തിരുത്തി ഒരേ ചൂടിൽ ഒരേ കോപ്പയിൽ ചായ പങ്കിട്ടുകൊണ്ടിരിക്കെ കല്യാണക്കുറി നീട്ടിയത് മാത്രം ഓർമ്മയുണ്ട് അയാൾക്ക്. കല്യാണക്കുറി നീട്ടിയത് മാത്രം ഓർമ്മയുണ്ട് അയാൾക്ക്. മീൻ വെട്ടുന്ന കത്തി ഇത്തവണ മാറി എന്ന് മാത്രം. മീൻ വെട്ടുന്ന കത്തി ഇത്തവണ മാറി എന്ന് മാത്രം. വിറക് വെട്ടും പോലെ എന്ന ഉപമ വായിൽ വന്നില്ല എന്നു മാത്രം. വിലങ്ങണിഞ്ഞ വിലാസിനിയുടെ പടവും മല്ലൻ്റെ പടവും ഒരുമിച്ച് പത്രത്തിൽ ആദ്യമായും അവസാനമായും വന്നത് ഗ്രാമവും തെരുവും കടവും മറന്നു. ഗ്രാമവും തെരുവും കടവും മറന്നു. ആദ്യമായി ചുണ്ട് ചോപ്പിച്ച് സാരിയുടുത്തവളുടെ കയ്യിലെ തീപ്പൊരി കെട്ട് മണ്ണിലാണ്ട സിഗരറ്റ് കുറ്റിയും ചോര വീണ ചെമ്പരത്തിയും മറന്നില്ല. വിജിലയ്ക്ക് നന്ദി. അടുത്തതായി ദുർഗാ പ്രസാദിനെ കവിത അവതരിപ്പിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് സ്വപ്നാടനം. കൊങ്ങിണിപ്പൂക്കൾ പൂത്ത സ്വപ്നത്തിൽ അവൾ വെള്ളക്കുതിരപ്പുറത്തേറി
എൻ്റെ നേർ കടുക്കുന്നു. കൂട്ടുകൂടുമോ എന്നെന്നുള്ളിലെ ചോദ്യത്തിന് കാട്ടുതേനൂറും ചിരിവിടർത്തി നിൽപ്പാണവൾ. കുതിരപ്പുറത്തവൾ, കൂടെ ഞാൻ നടക്കുന്നു. കുലുങ്ങി കുലുങ്ങി വൻമരങ്ങൾ ചുറ്റും നിൽപ്പു. കുളമ്പിന്നൊലി എന്നെ ഉണർത്താം. അതിനാല കുതിര നടക്കുമ്പോൾ അത്യന്തം നിശബ്ദത. ഇടയിൽ വെയിൽ ചാറും വഴിയിൽ അവൾക്കൊപ്പമിരുന്നു കുതിരമേൽ. ഉരഞ്ഞു ഞങ്ങൾ തമ്മിൽ. വിടർന്ന കണ്ണാലെന്നെ തിരിഞ്ഞു നോക്കി. പടർന്നൊഴുകും മുടിപ്പുഴയ്ക്കുള്ളിൽ ഞാനലിഞ്ഞു പോയി. പടർന്നൊഴുകും മുടിപ്പുഴയ്ക്കുള്ളിൽ ഞാനലിഞ്ഞു പോയി. ഉരുളമ്പാറമേലൊഴുകും നീർച്ചില്ലും ഉടച്ചു പായുന്നു കുതിര. ഭീതിയിൽ അവൾ കരപ്പട്ട കണക്കൻ കയ്യുകൾ ഇറുക്കി അജ്ഞാതവനം കടന്നപ്പോൾ വിളക്കിൻ വെട്ടത്തിലിടവഴി രാവിൻ കറുപ്പൻ ക്യാൻവാസിൽ വരച്ചു വെച്ച പോലിരുട്ടിലൻ പുര. കുതിരമേൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾക്കുയരമെന്നിലും അധികമുണ്ടിപ്പോൾ. തല ഉയർത്തി ഞാൻ അവളെ നോക്കവേ തുറന്ന വാതിലിൽ അവൾ തൻ കണ്ണുകൾ. അകത്തു കയറി ഞാൻ അനുരാഗത്തിൻ്റെ കുടുക്കഴിച്ചുള്ളിൽ മുഖമമർത്തവേ. തവിട്ടു ഭിത്തിക്കുമറവിൽ ആളുകൾ കഴിക്കുവാനെന്തോ വിളമ്പുമാരവം. പകുതിയിൽ കേളിമുറിഞ്ഞെണീറ്റവളുടനെ അശ്വത്തിൻ പുറത്തു കയറവേ. പിടഞ്ഞെണീറ്റു ഞാൻ. പടിഞ്ഞാറൻ കാറ്റിൽ പറന്നുപോയ അശ്വം അവളെയും താങ്ങി. പുരൂരവസായി ഞാൻ പുരയിൽ തൽപ്പത്തിൽ കറുത്ത വാവിനെ പുതച്ചു കൊണ്ടോടി. നിഴലുകൾ നീണ്ടു വികൃത രൂപമായി നിറയും വീതിയിൽ അലഞ്ഞു തേടുമ്പോൾ വിജനമാം വഴിക്കൊടുവിൽ അറ്റത്ത് വലിയൊരാൾക്കൂട്ടം നിറഞ്ഞ പൂമുഖം. മഴ പൊഴിയുന്നു. കുതിര മന്ദാരച്ചുവട്ടിൽ പൊൻവയിലയ വിറക്കുന്നു. അവളെ കണ്ടു ഞാൻ മരണവീടിൻ്റെ പുറത്തു പന്തലിൽ മനനത്തിൽ മുങ്ങി. ഇടം കണ്ണാൽ വീണ്ടും വരുവാൻ ഞാനേറെ പരവശപ്പെട്ടു വിളിച്ചിടും നേരം അവൾ മറഞ്ഞേ പോയി. അലമുറകളാം പെരും തിര വന്നൻ തുരുത്തും തിന്നുപോയി. വിറച്ചു ഞാൻ. തൊണ്ട വരണ്ടു നെഞ്ചിൽ നിന്നൊരു കുതിരതൻ കുളമ്പടിനാദം. വിറച്ചു ഞാൻ. തൊണ്ട വരണ്ടു നെഞ്ചിൽ നിന്നൊരു കുതിരതൻ കുളമ്പടിനാദം. മറ്റൊരു ചെറിയ കവിത കൂടെ. അറ്റം. മണ്ണിൽ നിന്നാകാശത്തെ പിളർത്താനുയരുന്ന മിന്നൽ പോലെ നിന്നാദം കെട്ടിരിക്കാറുണ്ടെന്നും. മണ്ണിൽ നിന്നാകാശത്തെ പിളർത്താനുയരുന്ന മിന്നൽ പോലെ നിന്നാദം കെട്ടിരിക്കാറുണ്ടെന്നും. നാം തമ്മിലറിയാത്തോരെങ്കിലും ദൂരങ്ങളെ താണ്ടും നിൻ രാഗം കേട്ടു കണ്ണുകളടയ്ക്കുമ്പോൾ വലിയ മിനാരമായി മാറുമാകാശം. കാറ്റിലൂതിൻ്റെ മണം. പച്ചത്തോരണങ്ങളും പേറി മരങ്ങൾ അത്യുന്നതം തൊടുവാൻ ധ്യാനിക്കുന്നു. രാവിനെ പകലിനെ നിൻസ്വരമാമീ 5 നൂലുകളാലേ കോർത്ത് നീ ഉരുക്കഴിക്കുമ്പോൾ. രാവിനെ പകലിനെ നിൻസ്വരമാമീ 5 നൂലുകളാലേ കോർത്ത് നീ ഉരുക്കഴിക്കുമ്പോൾ. വകുളാഭരണത്തിൻ പരവതാനിപ്പുറത്തിരുന്നു പറന്നു ഞാൻ പ്രപഞ്ചമാകെ കണ്ടു. ഇച്ചെറുമിനാരത്തിൽ നിന്നു പൊങ്ങും നിൻ ശബ്ദം എത്തുവതെങ്ങാണെന്ന് സംശയിക്കാറുണ്ട് ഞാൻ.
ഒരറ്റം നിന്നിൽ മറ്റേ അറ്റമീ ലോകത്തിനും വെളിയിൽ അനുദിനം കുറഞ്ഞിടുന്നു ദൂരം. ഒരറ്റം നിന്നിൽ മറ്റേ അറ്റമീ ലോകത്തിനും വെളിയിൽ അനുദിനം കുറഞ്ഞിടുന്നു ദൂരം. നന്ദി. ദുർഗാപ്രസാദിന് നന്ദി. റോസി തമ്പിയാണ് കവിതയുമായി വേദിയിൽ. റോസി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാനൊരു വിവർത്തന കവിതയാണ് വായിക്കുന്നത്. ബൈബിളിലെ ഒരു പുസ്തകമാണ് സോളമൻ്റെ ഉത്തമഗീതം എന്നത്. ഇസ്രായേൽ രാജാവായിരുന്ന സോളമൻ രചിച്ചു എന്ന് തന്നെയാണ് ബൈബിൾ പണ്ഡിതർ ആ കവിതയെക്കുറിച്ച് പറയുന്നത്. ഷീർ ഹഷീറീം എന്നാണ് ഹീബ്രു ഭാഷയിൽ പാട്ടുകളുടെ പാട്ട് എന്ന കവിതയ്ക്ക് പറയുന്നത്. ഇതൊരു പ്രണയകാവ്യമാണ്. ഒരുപക്ഷെ ആദ്യത്തെ പ്രണയകാവ്യം എന്ന് പറയാം. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന പ്രണയമെന്ന ദാനത്തെ കാവ്യാത്മകവും അലങ്കാരപൂരിതവുമായി സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു കാവ്യമാണത്. ബൈബിൾ പോലൊരു പുസ്തകത്തിൽ എങ്ങനെയാണ് പാട്ടുകളുടെ പാട്ട് ചേർക്കപ്പെട്ടതെന്നുള്ളത് പലപ്പോഴും നമ്മൾക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ശരീരം ആത്മാവായി തീരുകയും ആത്മാവ് ശരീരമായി പകരുകയും ചെയ്യുന്ന ഒന്നാണ് പാട്ടുകളുടെ പാട്ട്. 8 ഗീതങ്ങളാണ് അതിലുള്ളത്. അതിലെ ചെറിയ 1-2 ഗീതങ്ങളാണ് വായിക്കുന്നത്. നമ്മളുടെ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ ഒരുപക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നായകൻ, നായിക, നായികയുടെ തോഴിമാരായിട്ട് വരുന്നവർ. നായകൻ നായികയെ അന്വേഷിക്കുന്നു, നായിക നായകനെ അന്വേഷിച്ച് നടക്കുന്നു. അതിനെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളും പറയാറുണ്ട്. ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതും കവിത വായിക്കാം. 2 പുസ്തകങ്ങൾ പുസ്തകങ്ങളാണ് 2 കാവ്യപുസ്തകങ്ങളാണ് ഞാൻ വിവർത്തനം ചെയ്ത. ഒന്ന് പാട്ടുകളുടെ പാട്ടും മറ്റൊരു രണ്ടിൻ്റെയും പൊതു സ്വഭാവം എന്ന് പറയുന്നത് പ്രണയമാണ്. പ്രണയം എന്ന് പറയുന്ന ഈ ആത്മാവ് ശരീരവും ശരീരവും ആത്മാവുമായി തീരുന്ന മനുഷ്യന് മാത്രം സാധ്യമായ ദൈവിക അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ 2 കവിതകളും. അതിലെ ഒരു ഗീതം, ഉത്തമഗീതത്തിലെ ഗീതം 4. എൻ്റെ പ്രിയേ, എൻ്റെ പ്രണയിനി, പൂട്ടപ്പെട്ട ഉദ്യാനമാണ് നീ, കെട്ടി നിർത്തിയ ജലാശയം, മുദ്ര വെച്ചൊരു നീരുറവ. നായിക, എൻ്റെ ഓമനെ, നീ എത്ര സുന്ദരിയാണ്, നീ അതിസുന്ദരി തന്നെ. മുഖപടത്തിനുള്ളിൽ നിൻ്റെ നയനങ്ങൾ ഇണപ്രാവുകൾ, നിൻ്റെ അഴിച്ചിട്ട ചുരുൾമുടി ഗിലയാദ് മലഞ്ചെരുവിൽ ശയിക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെ, നിൻ്റെ ദന്തനിരകൾ ഇരട്ട കുട്ടികളോടൊപ്പം കുളിച്ചു കയറി വരുന്ന രോമം കത്രിച്ച പെണ്ണാട്ടിൻ കൂട്ടം പോലെ, നിൻ്റെ അതരം കടും ചുവപ്പാർന്ന പട്ടുനാട, നിൻ്റെ വദനം അതിമനോഹരം. മുഖപടത്തിനുള്ളിൽ നിൻ്റെ കവിൾത്തടങ്ങൾ 2 പിളർന്ന മാതളപ്പഴം, നിൻ്റെ കഴുത്ത് ദാവീദിൻ്റെ ഗോപുരം, പ്രൗഢഗംഭീരമായി പണിത ഗോപുരം. അതിൽ 1000 പരിചകൾ തൂക്കിയിരിക്കുന്നു.
യുദ്ധവീരന്മാരുടെ ഗാംഭീര്യമുള്ള പരിചകൾ. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ഇരട്ട പിറന്ന മാൻകുട്ടികൾക്ക് തുല്യം. ഉഷസുതിക്കുവോളം ചന്ദ്രികമായുവോളം ഞാൻ മീറാമലയിലും കുന്തിരിക്കക്കുന്നിലും പോയിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രാണനാഥേ, നീ സർവാംഗ സുന്ദരി തന്നെ, കന്യകമാരുടെ രാജ്ഞിയാണ് നീ. എൻ്റെ തങ്കമ്മേ, എൻ്റെ ഓമനെ, എൻ്റെ പ്രാണസഖി, നീ ലെബനോൻ വിട്ട് എന്നോടൊപ്പം വരിക, ലെബനോണിൽ നിന്ന് എന്നോട് ചേരുക. അമനയുടെ കുന്നുകളിൽ നിന്നും ഹെർമോൻ മലനിരകളിൽ നിന്നും പുള്ളിപ്പുലികളുടെ താഴ്വാരങ്ങളിൽ നിന്നും താഴോട്ടിറങ്ങി വരിക. കടക്കണ്ണിൻ്റെ ഒറ്റ നോട്ടം കൊണ്ടും കണ്ഠാഭരണത്തിലെ ഏകരത്നം കൊണ്ടും നീ എൻ്റെ ഹൃദയം കവർന്ന് കടക്കണ്ണിൻ്റെ ഒറ്റ നോട്ടം കൊണ്ടും കണ്ഠാഭരണത്തിലെ ഏകരത്നം കൊണ്ടും നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, നിൻ്റെ പ്രേമം എത്ര ആനന്ദം! നിൻ്റെ പ്രേമം വീഞ്ഞിലും മധുരിതം. നിൻ്റെ ലേപനത്തിൻ്റെ സൗരഭ്യം മറ്റു പരിമളങ്ങളെക്കാൾ ഉന്മാദജനകം. ഇന്ദ്രിയങ്ങളിൽ അത് പടർന്നൊഴുകുന്നു. നിൻ്റെ അധരം തേൻകട്ട പോലെ. നിൻ്റെ നാവിനടിയിൽ തേനും പാലുമാണ്. നിൻ്റെ ചേലയുടെ സുഗന്ധം ലെബനോൻ്റെ സുഗന്ധം തന്നെ. എൻ്റെ പ്രിയേ, എൻ്റെ പ്രണയിനി, പൂട്ടപ്പെട്ട ഉദ്യാനമാണ് നീ. കെട്ടി നിർത്തിയ ജലാശയം, മുദ്ര വെച്ചൊരു നീരുറവ. നിൻ്റെ താരുലതകൾ പൂത്തുലഞ്ഞ മാതളോദ്യാനം. മൈലാഞ്ചിയും ജടാമഞ്ചിയും വയമ്പും കുങ്കുമപ്പൂവും ലവംഗവും എല്ലാത്തരം വിശിഷ്ട ഫലങ്ങളും അകിലും കുന്തുരുക്ക വൃക്ഷങ്ങളും മീറയും കറ്റാർവാഴയും നിറഞ്ഞ സുന്ദര സുഗന്ധ ആരാമം. നീ ഉദ്യാനത്തിലെ നീരുറവ, ലെബനോനിൽ നിന്ന് താഴോട്ടൊഴുകുന്ന നിർജ്ജരി. പ്രണയിനി അതിന് മറുപടി പറയുന്നതാണ്: വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ പൂങ്കാവനത്തിലെ സുഗന്ധം ചുറ്റും വ്യാപിക്കേണ്ടതിന് അതിൽ ആഞ്ഞു വീശുക. എൻ്റെ പ്രിയൻ എൻ്റെ ആരാമത്തിലെത്തി അതിലെ വിശിഷ്ട ഫലങ്ങൾ ഭുജിക്കട്ടെ. ഇതാണ് അടുത്തത്. നമുക്കൊക്കെ പരിചയമുള്ള ചില വരികളുള്ളതാണ് ഗീതം 6. അതും കൂടെ വായിക്കാം, ചെറുതാണ്. തോഴിമാരാണ് അത് തുടങ്ങുന്നത്. സുന്ദരികളിൽ അതിസുന്ദരിയായവളെ, നിൻ്റെ പ്രിയൻ എവിടെയാണ് പോയത്? നിൻ്റെ പ്രാണപ്രിയൻ ഏത് വഴിക്കാണ് തിരിഞ്ഞത്? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. പ്രണയിനി, എൻ്റെ പ്രാണേശ്വരൻ അവൻ്റെ തോട്ടത്തിലേക്ക്, സുഗന്ധവ്യഞ്ജന തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവനവിടെ മേയുവാനും ലില്ലിപ്പൂക്കൾ പറിക്കുവാനും ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയൻ്റേതും അവൻ എൻ്റേതുമാണ്. അവൻ ലില്ലികൾക്കിടയിൽ കോലാറ്റിൻ കുട്ടി പോലെ മേയുന്നു. പ്രണയി, എൻ്റെ പ്രിയേ, നീ തീർസായ്ക്ക് തുല്യം. നീ സുന്ദരികളിൽ അതിസുന്ദരി. ജെറുസലേം പോലെ സുന്ദരാംഗി. കൊടിക്കൂറകളേന്തിയ സൈന്യവൃന്ദത്തിന് തുല്യം പ്രൗഢ. നിൻ്റെ കണ്ണുകൾ എന്നിൽ നിന്നും പിൻവലിക്കുക. നിൻ്റെ നോട്ടം എന്നെ ഭ്രമിപ്പിക്കുന്നു. നിൻ്റെ കെട്ടഴിഞ്ഞ കാർക്കൂന്തൽ ഗിലയാദ് മലഞ്ചെരുവിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന കോലാട്ടിൻ കൂട്ടം പോലെ. നിൻ്റെ പല്ലുകൾ ഇരട്ടക്കുട്ടികളോടൊപ്പം കുളിച്ചു കയറി വരുന്ന പെണ്ണാട്ടിൻ കൂട്ടം പോലെ.
നിന്റെ കവിൾത്തടങ്ങൾ രണ്ടായി പിളർന്ന മാതളപ്പഴം. 60 രാജ്ഞിമാരുണ്ടാകാം, 80 വെപ്പാട്ടിമാരുണ്ടാകാം, അസംഖ്യം കന്യകമാരുണ്ടാകാം. എന്നാൽ എൻ്റെ സുന്ദര കബോധം നീ ഒരുവൾ മാത്രം. എൻ്റെ പ്രിയേ, നീ മാത്രമാണ് പ്രിയപ്പെട്ടവൾ. തോഴിമാർ. അവളുടെ അമ്മയ്ക്ക് ഏകപുത്രിയും അവളെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. രാജ്ഞികളും വെപ്പാട്ടികളും അവളെ പ്രകീർത്തിക്കുന്നു. ഉഷസ് പോലെ ശോഭയോടും സൂര്യനെപ്പോലെ തേജസ്സോടും ചന്ദ്രനെപ്പോലെ കുളിർമയോടും നക്ഷത്രങ്ങളെപ്പോലെ പ്രതാപത്തോടും പ്രത്യക്ഷപ്പെടുന്ന ഇവൾ ആരാണ്? പ്രണയിനി. ബദാമരങ്ങൾ വളർന്നോ എന്ന് നോക്കാനും മുന്തിരിവള്ളികൾ തളിരിട്ടോ എന്ന് കാണാനും മാതളനാരകം പൂവിട്ടോ എന്നറിയാനും ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞാൻ അറിയും മുൻപേ എൻ്റെ മനം രാജകുമാരൻ്റെ രഥങ്ങളുടെ ഇടയിലേക്ക് എന്നെ എത്തിച്ചു. തോഴിമാർ. മടങ്ങി വരിക, മടങ്ങി വരിക, ഷൂലം കുമാരി മടങ്ങി വരിക. നിന്നെ ഞങ്ങളൊന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക. പ്രണയി. മഹനയിലെ നൃത്തം കാണും പോലെ ഷൂലോംകാരിയെ നിങ്ങൾ എന്തിന് ഉറ്റുനോക്കുന്നു? മഹനയിലെ നൃത്തം കാണും പോലെ ഷൂലോംകാരിയെ നിങ്ങൾ എന്തിന് ഉറ്റുനോക്കുന്നു? ബാക്കിയുള്ളത് സ്വന്തമായിട്ട് വായിക്കാം. റോസ് ടീച്ചർക്ക് നന്ദി. അടുത്തതായി ജിഷ്ണു കേസ് കവിത അവതരിപ്പിക്കും. ജിഷ്ണുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ. സമാധാനമുള്ള രാജ്യം. 40 കൊല്ലമായി തിരഞ്ഞു നടക്കുന്നു. ഒടുക്കം ഇവിടെ എത്തി. ഇവിടെ നഗരമധ്യത്തിലെ സ്തൂപത്തിൽ കഴുകനും പ്രാവും. ഒലിവില കുത്തി വലിക്കുന്ന ശില്പം. ഇവിടെ നഗരമധ്യത്തിലെ സ്തൂപത്തിൽ കഴുകനും പ്രാവും ഒലിവില കുത്തി വലിക്കുന്ന ശില്പം. അതിൻ്റെ കോണുകളിൽ നിന്നും ഒരു രാജ്യത്തിൻ്റെ ഭൂപടം അളന്നിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും അവരവരുടെ സമാധാനം കണ്ടെത്തുന്നു. പല ഭാഷകളിൽ സംസാരിക്കുന്നു. പല രുചികൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളിൽ സന്ധ്യ കനച്ച് ഇരുട്ടുവോളം ഒത്തുകൂടി മുന്തിക്കുടിക്കുന്നു നിശബ്ദത. അവരവരുടെ രുചികൾ ആസ്വദിക്കുന്നു. തിരികെ ബാങ്കറുകളിലേക്കോ പഴയ അപ്പാർട്ട്മെൻറ്റുകളിലേക്കോ ഒറ്റയ്ക്കോ കൂട്ടമായോ പോകുന്നു. എല്ലാ തെരുവിലും കാണാം 3 സൂപ്പർ മാർക്കറ്റുകൾ. ഒന്നിലുള്ളത് മറ്റൊന്നിൽ കിട്ടില്ല. 4-5 ATM കൗണ്ടറുകൾ, മെഡിക്കൽ ഷോപ്പുകൾ, പുസ്തകക്കടകൾ, വെടിക്കോപ്പുകളും ആയുധങ്ങളും വിൽക്കുന്നതും നന്നാക്കുന്നതുമായ കടകൾ, പണിശാലകൾ. എല്ലാ തെരുവിലും കാണാം കുഴിബോംബുകൾ നട്ടുപിടിപ്പിച്ച ഉദ്യാനം, യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ വിശ്രമിക്കുന്ന പാർക്കുകൾ. എല്ലാ തെരുവിലും കാണാം മിതമായ അളവിൽ ഓരോ വ്യക്തികൾക്കും സമാധാനം വിൽക്കുന്ന തെരുവു മാന്ത്രികരെ. പാരമ്പര്യ കലാകാരന്മാരാണിവർ. ഇക്കൂട്ടർക്ക് അവകാശപ്പെട്ടതാണിത്. തൊപ്പികൾക്കുള്ളിൽ നിന്നും നിറമുള്ള പെട്ടികൾക്കുള്ളിൽ നിന്നും എല്ലാം ചേർന്ന് മിക്സ്ഡ് സമാധാനം അവർ പുറത്തെടുക്കുന്നു. അവയ്ക്ക് സ്റ്റഫ് ചെയ്ത കുറുക്കൻ്റെ, പിരാനയുടെ, പാമ്പിൻ്റെ രൂപങ്ങൾ. എല്ലാ ചേരുവകളും ചേർന്ന സ്റ്റഫ്ഡ് സമാധാനത്തിന് കിലോയ്ക്ക് $5 മാത്രമാണ് അവർ ഈടാക്കുന്നത്. സമാധാനം വാങ്ങി തിരികെ ബങ്കറിലേക്ക് പോകുന്നവർ. വഴിയിൽ പോലീസ് ചെക്കിംഗ്. ലൈസൻസ് എടുക്കുവാൻ പോക്കറ്റിൽ കൈയിട്ടതാണ് അയാൾ. തോക്കിൻ്റെ തുമ്പാണ് ആദ്യം പോക്കറ്റിൽ നിന്നും പുറത്തു വന്നത്. അയാളെ അവർ വെടിവെച്ചിട്ടു. ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു അവർ. വഴിയിൽ പോലീസ് ചെക്കിംഗ്. അവർ പോലീസിനെ വെടിവെച്ചിട്ടു. വഴിയിൽ ചത്തുകിടപ്പുണ്ട് 3 പേർ. എന്നിട്ടും ഇവിടെ എല്ലാവരും
അവരവരുടെ സമാധാനം കണ്ടെത്തുന്നു. ചത്ത 3 പേരുടെയും തുറിച്ച കണ്ണിനുള്ളിൽ 3 ലോകം. തുറന്ന വായ്ക്കുള്ളിൽ ഈച്ചകൾ പിസ പാകം ചെയ്യുന്നു. അന്ത്യപ്രാർത്ഥന ചൊല്ലുവാൻ വേട്ടപ്പട്ടികൾ ഓടിയെത്തുന്നു. എന്നിട്ടും ഇവിടെ എല്ലായിടത്തും സമാധാനം മാത്രം. 40 കൊല്ലമായി തിരഞ്ഞു നടക്കുന്നു. ഒടുക്കമാണ് എങ്ങും എവിടെയും സമാധാനം മാത്രമുള്ള ഒരു രാജ്യത്തെത്തിപ്പെട്ടത്. ഇവിടെ എല്ലാവരും അവരവരുടെ സമാധാനം കണ്ടെത്തുന്നു. ഒരു ചെറിയ കൊല്ലം കൂടെ. കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇരുട്ടിനെ വരയ്ക്കുന്നവർ. താഴേക്ക് നോക്കിയാൽ കുത്തി ഒഴുകുന്ന ആറ്. പാലത്തിനോട് ചേർന്ന തിട്ടയിൽ കുറ്റിക്കാട്ടിൽ ഇരുട്ടത്ത് ഒറ്റയ്ക്കാരോ. സ്റ്റേഷനിലേക്കാരോ വിളിച്ചു പറഞ്ഞു. 2 ജീപ്പിൽ പോലീസ് വന്നു. 2 ഉദ്യോഗസ്ഥർ പാലത്തിൻ്റെ ഇടതുവശത്തെ ചെരുവിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. ഫ്ലാഷ് ലൈറ്റുകളുമായി ചുറ്റിത്തിരിഞ്ഞു. പയ്യെ പയ്യെ മേൽപോട്ട് തിരികെ കയറി. അവിടെ എന്താണ് കണ്ടത്? ട്രീസയെ ഇയാളുടെ 2ാമത്തെ കുട്ടിയാണ്. അവിടെ അവൾ പടം വരയ്ക്കുകയായിരുന്നു. ഈ ഇരുട്ടത്തിരുന്ന് വരയ്ക്കുന്നത് കണ്ടിരുന്നോ? കണ്ടു. അവൾ ഈ ഇരുട്ടിനെ കൊണ്ട് ഇരുട്ടിനെ വരയ്ക്കുന്നത്. അതിൽ അവളുടെ ചേച്ചി ടീന, എൻ്റെ കാണാതെ പോയ ചൂണ്ട, 20 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ പിടിച്ച ഒരു മുട്ടൻ മീന്, പിന്നെ ഞാനും. ഇയാൾ പറയുന്നത് നേരാവും സാർ. ഇരതേടി പോകുന്ന പാമ്പിനെയും മരച്ചുവടുകളെയും പൊന്തക്കാട്ടിൽ കിടക്കുന്ന ടീനയും ടീനയുടെ കീറിപ്പോയ പെറ്റിക്കോട്ടും പുള്ളികളുള്ള ജട്ടിയും അതിനു ചുറ്റും കുത്തി നിർത്തിയ ചൂണ്ടകളും ചൂണ്ടകളിൽ കൊരുത്ത മീനുകളും പൊന്തയിൽ നോക്കി നിൽക്കുന്ന ഇയാളെയും ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടുകൊണ്ടവൾ വരച്ചിരുന്നു. സാർ ടീനയെ ഇതേ പൊന്തയിൽ നിന്നും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവശവമായിട്ടാണ് തിരികെ കിട്ടിയത്. ഇന്നായിരുന്നു അവളുടെ ആദ്യ ആണ്ട്. തിരികെ പോകുമ്പോൾ പോലീസുകാർ എന്നെ മാത്രം ഒരു ജീപ്പിൽ കയറ്റി. പോകും വഴി അവർ ഒന്നിച്ചു പാടി. ഇരുട്ടിലായിരുന്നതെല്ലാം ഇരുട്ടിൽ തെളിയുന്നുണ്ട്, ഇരുട്ടിലാണ്ട ടീന, ഇരുട്ടിലലിഞ്ഞ ട്രീസ, ഇരുട്ടിലുണ്ട് വെളിച്ചം, ഇരുട്ടിലുണ്ട് ജോണേ, 20 ആണ്ട് മുമ്പുള്ള ചൂണ്ടയും ഇന്നിര പിടിക്കുമ്പോൾ ഊരിപ്പോയ നിന്റെ വലത്തെ കാലിലെ ചെരിപ്പും. ഇരുട്ടിലായിരുന്നതെല്ലാം ഇരുട്ടിൽ തെളിയുന്നുണ്ട്, ഇരുട്ടിലാണ്ട ടീന, ഇരുട്ടിലലിഞ്ഞ ട്രീസ, ഇരുട്ടിലുണ്ട് വെളിച്ചം, ഇരുട്ടിലുണ്ട് ജോണേ, 20 ആണ്ട് മുമ്പുള്ള ചൂണ്ടയും ഇന്നിര പിടിക്കുമ്പോൾ ഊരിപ്പോയ നിന്റെ വലത്തെ കാലിലെ ചെരുപ്പും. ഇനി പറയൂ, ഇരുട്ടിൽ എന്താണ് കണ്ടത്? ഇരുട്ടിൻ്റെ വെളിച്ചം. വെളിച്ചത്തിലേക്ക് ചൂണ്ടയിട്ടിരിക്കുന്ന ടീന. ഒത്തിരി നാളുകൾക്കിപ്പുറം ഇരുട്ടത്തൊറ്റയ്ക്കിരുന്ന് ചൂണ്ടയിട്ടിരിക്കുന്ന എന്നെ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കളഞ്ഞുപോയ ചൂണ്ടക്കുളത്തുമായി കാണാൻ വന്ന ട്രീസയിൽ ടീനയെ, ടീനയിൽ ട്രീസയെ, ട്രീസയിൽ ടീനയെ, ടീനയിൽ ട്രീസയെ, ടീനയിൽ ഇരുട്ടിനെ, ഇരുട്ടിൽ തിളങ്ങുന്ന എൻ്റെ കണ്ണുകളെ. ജീപ്പ് ഇരച്ചിരച്ചിരച്ചിരച്ച് മുന്നോട്ട് ഇരുട്ടു തുളച്ച് മുന്നോട്ട് നീങ്ങി. താങ്ക് യു. നന്ദി ജിഷ്ണു. VN അമ്പിളിയെ കവിത അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാഹിത്യത്തിലായാലും ഏതൊരു കലയിലായാലും അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയം, ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം, വേദനയുടെ പങ്കുവയ്ക്കലിൻ്റെ രാഷ്ട്രീയം, എല്ലാത്തിലുമുപരി മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ പേരാണ് പലസ്തീൻ, അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്ന, ദിനംപ്രതി മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഗസയുടെ രാഷ്ട്രീയം. ഈ സാഹിത്യോത്സവത്തിൻ്റെ ഈ കവിതാവേദിയിൽ പലസ്തീനോട്
ഗസയോട് എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 2 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ? കവിത ചോര പൂക്കുന്ന ഒലിവു മരങ്ങൾ. കാലം കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഒലിവു മരമേ, നിന്റെ ഹൃദയത്തിൽ എൻ്റെ കവിത കരഞ്ഞിരുന്നു. ഓ ഗസ, എനിക്കിപ്പോൾ നിന്റെ നിണമണിഞ്ഞ മുഖഛായയാണ്. കല്ലുകളെ പോലും വിഴുങ്ങുന്ന തീജ്വാലകൾ, ബോംബുകളുടെ വേലിയേറ്റത്തിനുള്ളിൽ കുഴിയിലാണ്ട കൺകോളങ്ങൾ മിഴിച്ച് വിശപ്പ് കൊത്തി വറ്റിച്ച വയറുമായി ധാന്യപ്പൊടിയോ റൊട്ടിയോ സ്വപ്നം കണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്നു. അവരുടെ ഉടുപ്പിലെ തുളകൾ അഗാധമായ അതിക്രമങ്ങളുടെ കലാരൂപങ്ങളാവുന്നു. ഓ അറബ്, നഗ്ബയുടെ മുറിവുള്ള അഭയാർത്ഥികളെ, വികൃതമായി മരിക്കേണ്ടി വന്നാൽ ഗസയ്ക്ക് ചുറ്റും മതിൽ പണിയുവാൻ എൻ്റെ ശവശരീരം കൂടി അവർക്കായി വിട്ടുകൊടുക്കുക. അതവരുടെ രക്തദാഹത്തെ ശമിപ്പിക്കുമെങ്കിൽ. അടുത്തത് പതാക. ഉയർന്നു പാറുമ്പോഴും അപമാനത്താൽ ശിരസ്സു കുനിയും ഒരു പതാകയുണ്ടെൻ്റെ രാജ്യത്തിൻ്റെ നെറുകയിൽ. തലയിൽ ബീജ സംഭരണികൾ പേറുന്ന കാളയച്ചന്മാർ കത്തിക്കും മണിപ്പൂരിൽ, ചോരച്ചാലൊഴുകും തെരുവുകളിൽ വലിച്ചിഴക്കപ്പെട്ട സ്ത്രീ നഗ്നതയെ മൂടുവാനാവാതെ രോഷമേരിയും ഒരു പഴുതുണി പോലെ ലജ്ജിച്ചു പോയൊരു പതാകയുണ്ടെൻ്റെ രാജ്യത്തിൻ്റെ നെറുകയിൽ. ചെറിയൊരു കവിതയാണ്. സ്വാദ്. എൻ്റെ വേദനയുടെ സ്വാദ് ഏറ്റി തന്നേക്കൂ. ഓർമ്മയുടെ മുറിവുകളിൽ നിന്ന് നിന്റെ ഗന്ധം ഒഴുകി വരുന്നു. എന്തതിശയം, കടലിതാ കുടിവെള്ളം തേടുന്ന പോലെ. പ്രണയമേ, നീ എന്നെ കവിതയുടെ വിഷം നൽകി തകർത്ത് കളയല്ലേ. നീ എന്നെ കവിതയുടെ വിഷയം നൽകി തകർത്ത് കളയല്ലേ. താങ്ക് യു. നന്ദി അമ്പിളി. കവിതാ വായനയുടെ ഈ സെഷനിൽ കവിതയുമായി നസീർ കടിക്കാട്. നസീർ കടിക്കാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഒരു ചെറിയ കവിത. സമയം കുറേ വൈകിയെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ചെറിയ കവിതയോടുകൂടെ അവസാനിപ്പിക്കാം. കവിതയുടെ പേര് അത്. മുകളിലെ മുറി വൃത്തിയാക്കേ, പഴയ നോട്ട് പുസ്തകങ്ങൾക്കും ഇരുമ്പു സാധനങ്ങൾക്കുമിടയിൽ നിന്ന് 20-ാം വയസ്സിൽ കാണാതായ ഷർട്ട് തിരിച്ചു കിട്ടി. കടും ബ്രൗൺ നിറത്തിൽ നിറയെ നക്ഷത്രങ്ങൾ പരന്നുകിടന്ന അതിൻ്റെ ഓർമ്മയും തിരിച്ചു കിട്ടി. അന്ന് എൻ്റെ പിന്നാലെ നടന്നിരുന്ന പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ ഷർട്ടിനുള്ളിൽ നിന്ന് പിടച്ചിലോടെ പുറത്തേക്ക് ചാടി. ഗോവണിപ്പടിയിലൂടെ ഓടി വാതിലും കടന്ന് മുറ്റം കടന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന വഴി തിരിച്ചു കിട്ടി. പച്ചയിൽ മഞ്ഞ പൂക്കളുള്ള മണമുള്ള ഒരു വാക്ക് തിരിച്ചു കിട്ടി. ധൃതിയിൽ ഞാൻ പഴയ ഷർട്ടിൻ്റെ കീശയിൽ തിരഞ്ഞപ്പോൾ അത് തിരിച്ചു കിട്ടി. അത് തിരിച്ചു കിട്ടി. അപ്പോഴേക്കും താഴേക്കുള്ള ഗോവണിപ്പടികൾ കാണാതായിരുന്നു. ഞാൻ ആ നിൽപ്പ് നിന്നു. ഉച്ചനേരത്തെ വെയിലിൽ തിരക്കുള്ള നഗരത്തിൽ പാർക്കിനരികിൽ ഞാൻ ആ നിൽപ്പ് നിന്നു. അത് തന്നെയോ എന്ന് സംശയത്തോടെ പാർക്കിലെ കാവൽക്കാരൻ ഇടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ട്. നന്ദി. നന്ദി നസീർ കടിക്കാട്. കവിത വായനയുടെ ഈ സെഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. വളരെ ബഹുസ്വരതയാർന്ന
സ്വരഭേദം കൊണ്ട് പോലും വൈവിധ്യവും അതുപോലെ ലോകങ്ങളും സമ്മാനിച്ച കവിതകൾ, ഓരോ കവിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാർവദേശീയ സാഹിത്യ ഉത്സവത്തിൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. സദസ്യരായിട്ട് ശ്രദ്ധാപൂർവം കവിത കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം.